വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം പൂർണ്ണമായുമുള്ള ഒരു സംസ്ഥാനമായി മാറണം എന്ന് നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമാണ്. കേരളത്തിലെ പ്രതിപക്ഷം കേരള സംസ്ഥാനം വ്യവസായ സൗഹൃദമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്തുണയും നൽകും. രാഷ്ട്രീയത്തിനപ്പുറമുള്ള പൂർണ്ണമായ പിന്തുണ അതിന് വേണ്ടി നൽകും. കാരണം കേരളത്തിൽ ഇത്രമാത്രം ബ്രെയിൻ ഡ്രെയിൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പുറത്തേക്ക് പോവുകയാണ്. അവർക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ സാമ്പത്തിക വികസനം സാധ്യമാക്കുന്ന, സാമൂഹ്യ വികസനം സാധ്യമാക്കുന്ന ഒരു വ്യാവസായിക വളർച്ച സംസ്ഥാനത്തുണ്ടാകണം. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇപ്പോൾ തെറ്റായ കണക്കുകൾ കൊണ്ട് ഏച്ച് കെട്ടിയ കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് നമ്മളൊരു കാര്യം കണ്ടു. കൊച്ചു കേരളം കോവിഡിനെ പിടിച്ചു കെട്ടി എന്ന BBC ലേഖനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. PR ഏജൻസികളെ വെച്ചുകൊണ്ടാണ് അന്ന് ആ BBCയിലെ ലേഖനം വരെ വന്നത്. പിന്നീട് യാഥാർത്ഥ്യം പുറത്തു വന്നു. കേരളം കോവിഡ് കാലത്തുണ്ടായ യഥാർത്ഥ മരണങ്ങൾ ഒളിപ്പിച്ചു വയ്ക്കുകയായിരുന്നു. 28,000 മരണങ്ങളാണ് ഔദ്യോഗികമായ കണക്ക് പുറത്തുവിടാതെ കേരളം വെച്ചത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, രേഖകൾ പരിശോധിച്ചാൽ അറിയാം, കേരളം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച 2ാമത്തെ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ കോവിഡ് രോഗം ബാധിച്ച 2ാമത്തെ സംസ്ഥാനമാണ്. 1ാമത്തെ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്രയിൽ കേരളത്തിൻ്റെ 3 ഇരട്ടി പോപ്പുലേഷനുള്ള സ്ഥലമാണ്. പിന്നെ BBC തന്നെ അത് കറക്റ്റ് ചെയ്തു പിന്നീട് ആ ഒരു ആദ്യം എഴുതിയ കാര്യം. അതുപോലെ തന്നെയാണ് ഇപ്പോൾ അതിന് സമാനമാണ് ഈ വ്യാവസായിക വളർച്ച സംബന്ധിച്ച പുതിയ അവകാശവാദങ്ങൾ. ഒന്ന് പറയുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് സംബന്ധിച്ച കാര്യത്തിൽ കേരളം 1ാമതെത്തിയെന്നാണ് സർക്കാരിൻ്റെ ആദ്യ അവകാശവാദം. ഇതിൻ്റെ അകത്ത് യഥാർത്ഥത്തിൽ 2021 തന്നെ ഈസ് ഓഫ് ഡൂയിങ് സൂചിക വേൾഡ് ബാങ്ക് നിർത്തലാക്കി. വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടതിനെ തുടർന്നാണ് അന്താരാഷ്ട്ര അടിസ്ഥാനത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നുള്ള സൂചിക ലോക ബാങ്ക് നിർത്തലാക്കിയത്. 2021 മുതൽ ആ സൂചികയില്ല. കാരണം ഒരുപാട് പേര് ഇത് മാനിപ്പുലേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ചൈനയ്ക്ക് അനുകൂലമായിട്ട് റാങ്കിങ് നൽകാൻ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ, ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് സ്റ്റേറ്റുകൾ ഇതിൻ്റെ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഡാറ്റ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്നത് ആ ഡാറ്റ മുഴുവൻ ഇറഗുലാരിറ്റീസ് ഉള്ളതുകൊണ്ടാണ് വേൾഡ് ബാങ്ക് ആ സൂചിക, ആ ഇൻഡിക്കേറ്റർ തന്നെ നിർത്തലാക്കി. രണ്ടാമത് ഗവൺമെൻറ് പറയുന്നത് 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങി എന്നുള്ളതാണ്. ഇത് അപ്പോൾ കേരളത്തിൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു 2000 പുതിയ സംരംഭങ്ങൾ വെച്ച് വരണം. 3 ലക്ഷം സംരംഭങ്ങൾ സംസ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഇനി ഞാൻ പറയുന്നത് ഏറ്റവും ചെറുതായി 3 ലക്ഷം വ്യവസായ സംരംഭങ്ങൾ കേരളത്തിൽ തുടങ്ങിയെങ്കിൽ 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട്. 1 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മിനിമം കൂട്ട്. അങ്ങനെയാണെങ്കിൽ തന്നെ 30,000 കോടി രൂപയുടെ വളർച്ച കേരളത്തിൽ ഉണ്ടാവും. നമ്മുടെ സ്റ്റേറ്റിൻ്റെ രാജ്യത്തെ GDPയുടെ എക്കോണമിയിലേക്കുള്ള നമ്മുടെ കോൺട്രിബ്യൂഷൻ, നമ്മുടെ സംഭാവന എന്ന് പറയുന്നത്, നമ്മുടെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 3.8%. 2022-ലും 2023-ലൊക്കെയാണ്. അതിപ്പോൾ സാമ്പത്തിക ഉപദേശക സമിതിയുടെ റിപ്പോർട്ട് റിലേറ്റീവ് ഇക്കണോമിക് പെർഫോമൻസ് ഇന്ത്യൻ സ്റ്റേറ്റ് വന്നിട്ടുണ്ട്. അതിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല. അപ്പോൾ ഈ 3 ലക്ഷം സംരംഭങ്ങൾ വന്നിരുന്നു. മിനിമം 1 ലക്ഷം രൂപ ഒരു സംരംഭത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ GDPയിലേക്കുള്ള രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്കുള്ള കേരളത്തിൻ്റെ സംഭാവന ഗണ്യമായി വർദ്ധിച്ചേനെ. ഇത് 3.8 ആണ്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ GDPയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും സ്റ്റാഗ്നൻ്റായി നിൽക്കുകയാണ്. 3.8 എന്ന് പറയുന്ന അതേ ഇതിൽ നിൽക്കുകയാണ് സംസ്ഥാനത്തുടനീളം. അതുപോലെ തന്നെ നിൽക്കുകയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഈ സംരംഭങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നതിന് സ്ഥിതി?